മാധ്യമങ്ങളുടെ അവഹേളനപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവ സന്യാസിനി സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ കണ്ണൂർ മാതൃഭൂമി ഓഫീസിന് മുന്നിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി. സിസ്റ്റർ ലൂസിയെ മുൻനിർത്തി ക്രൈസ്തവ സന്യാസിനി സമൂഹത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്ന ചില മാധ്യമങ്ങളുടെ നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. കണ്ണൂർ മാതൃഭൂമി ഓഫീസിന് മുന്നിൽ വൈകിട്ട് 5 മുതൽ 6 വരെയായിരുന്നു പ്രാർത്ഥനാ യജ്ഞം. കണ്ണൂർ, തലശ്ശേരി മേഖലകളിലെ വിവിധ സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ യജ്ഞം. വിവിധ സന്യാസിനി സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാർ ഉൾപ്പെടെ നിരവധി പേർ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്തു. പ്രാർത്ഥനാ യജ്ഞം മോൺസിഞ്ഞോർ ദേവസി ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. മോൺസിഞ്ഞോർ ജോസഫ് ഒറ്റപ്ലാക്കൽ, ദീനസേവന സഭ മദർ ജനറൽ സിസ്റ്റർ എമിസ്റ്റീന, FCC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ നോബിൾ മേരി, MSMI പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ടെസിൻ, പാവനാത്മ പ്രൊവിൻഷ്യൽ ഫാദർ സ്റ്റീഫൻ ജയരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജപമാല ചൊല്ലിക്കൊണ്ടായിരുന്നു പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സന്യാസിനിമാരെ അവഹേളിക്കുന്ന മാധ്യമങ്ങൾ അവർ നൽകുന്ന സേവനങ്ങളെ വിസ്മരിക്കുകയാണെന്ന് പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കെടുത്ത ഫാദർ സെബാൻ ഇടയാടിയിൽ ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു. ക്രൈസ്തവ സന്യാസ ജീവിതത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലുള്ള സന്യാസിനി സമൂഹങ്ങളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ മാതൃഭൂമിയുടെ കണ്ണൂർ യൂണിറ്റ് ഓഫീസിന് മുൻപിൽ ഇന്ന് സായാഹ്നത്തിൽ ഏകദേശം 400-നടുത്ത് സിസ്റ്റേഴ്സിനെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയുണ്ടായി. സന്യാസത്തെ വളരെ വികലമായ രീതിയിൽ അവതരിപ്പിച്ച ഈ മാധ്യമ സ്ഥാപനത്തിന്റെ നെറികെട്ട നടപടിക്ക് എതിരെയായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനാ യജ്ഞത്തോടു കൂടിയ പ്രതിഷേധം. പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന സന്യാസിനിമാർക്ക് പിന്തുണയുമായി നിരവധി വിശ്വാസികളും പൊതുജനങ്ങളും എത്തിയിരുന്നു. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.